എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അതുകൊണ്ട് എല്ലാവരും നാളെ വീഡിയോ ഇടാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഒത്തിരി ആൾക്കാരെന്ന് തിരിച്ചറിയുന്നുണ്ട്, ഭയങ്കരമായിട്ട് തിരിച്ചറിയുന്നു. ഞാനൊരു എന്തെങ്കിലും ഒരു ബ്ലഡ് പരിശോധിക്കാൻ മുകളിൽ താഴെ വരണമെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. ഇന്ന് സംസാരിച്ച് ഫോട്ടോ എടുത്ത് ആശുപത്രിയാണെന്ന് പോലും ആൾക്കാർ നോക്കണില്ല. അതുപോലെ തന്നെ സ്ട്രെച്ചറെ കിടക്കുന്ന ഒരു അമ്മച്ചിയും ഒരു അപ്പാപ്പനും ഭയങ്കര ബഹളമാണ്, സെൽഫി എടുക്കണം എന്നും പറഞ്ഞിട്ട്. അവർക്ക് മിണ്ടാൻ കൂടി വയ്യ, ആകെ ആവശ്യതയാണ്. കാർഡിയോളജി കൊണ്ടുവന്നാണ്. അവരുടെ കണ്ടിട്ട് സെൽഫി എടുക്കുന്നത് പറയാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. സെൽഫിയൊക്കെ എടുത്തു കേട്ടോ, ആ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തു. പിന്നെ അച്ഛൻ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മമ്പർശ്ശേരി പോയ സമയത്ത് അച്ഛന് സുഖമില്ലായ്മയുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അച്ഛന് മേലാഴികയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. എല്ലാവരെയും വിളിച്ച് പറയണമുണ്ടായിരുന്നു. ആ പാവം വയ്യ എനിക്ക് വയ്യ, ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ എല്ലായിടത്തും പറയണ്ടായിരുന്നു. ആരുടെ അടുത്തും പറയട്ടെ ഒരു പ്രയോജനം ഉണ്ടായില്ലെന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ അവരുടെ സംസാരം വെച്ചുള്ള എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ മമ്പർശ്ശേരി പോയിട്ട് മിനിഞ്ഞാന്നാണ് വരുന്നത്. മിനിഞ്ഞാന്ന് വന്ന് ഞാൻ അറിഞ്ഞില്ല. മൊത്തം ക്ലീനാക്കലൊക്കെ ആയിരുന്നു വീട്ടിൽ, പറമ്പും ക്ലീനിങ്ങളൊക്കെ ക്ലീനാക്കി കഴിഞ്ഞ് ഇന്നലെ ആയപ്പോഴത്തേക്കും, ഇന്നലെ വെളുപ്പിന് ഒരു 7 മണിയായപ്പോൾ എന്നെ വിളിച്ച് അച്ഛൻ പറഞ്ഞു, മോളെ എനിക്ക് തീരെ വയ്യ, മോനെന്നിടന്മാർ വരുമോ, എനിക്ക് തീരെ വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു ഓൾറെഡി അച്ഛന് മുഖത്തൊക്കെ ഒരു കല്ലുള്ളതായിരുന്നു നേരത്തെ. അപ്പോൾ അതിന് ഒരു പച്ചമരുന്നൊക്കെ ആയുർവേദ കഷായം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും ആയിരിക്കും എന്നോർത്തിട്ട് ഞാൻ 10 മണിയൊക്കെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ആകെ മുഖമൊക്കെ നീര് വെച്ചിട്ട്, ശരീരമൊക്കെ നീര് വെച്ച്, കാലും കൈയൊക്കെ നീര് വെച്ച് ആകെ ആവശ്യമാണ്. എന്ത് കഴിച്ചാലും അപ്പം ഛർദ്ദിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അച്ഛൻ എല്ലാവരെയും വിളിച്ച് പറയുന്നുണ്ട്. എല്ലാവരും വെച്ചാൽ അച്ഛൻ്റെ ആൾക്കാരെയല്ല, അച്ഛൻ്റെ മക്കളെ എല്ലാവരെയും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, വയ്യെന്ന് പറയണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ചപ്പോൾ അസുഖമാണെന്നൊന്നും പറഞ്ഞില്ല. മോളെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ രേഷട്ടയാണ് ഫോൺ എടുത്തത്. മഴവിൽ വെച്ച് എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് രേഷട്ടയാണ് ഫോൺ എടുത്തത്. അപ്പോൾ ചേട്ടാ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്റ്റുഡിയോയിലാണെന്ന് പറഞ്ഞു. എന്നാൽ ഒന്നുമില്ല, ഞാൻ നീ എവിടെയാണെന്ന് അറിയാൻ വിളിച്ചതാണെന്ന് പറഞ്ഞ് അച്ഛൻ കട്ട് ചെയ്തു. പക്ഷെ അന്ന് അച്ഛൻ അസുഖമുണ്ട്. അന്ന് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രേഷേട്ടനെ വിട്ടിട്ടാണെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരെയും വിളിച്ച് പറയണ്ടായിരുന്നു. പക്ഷെ ആരും അച്ഛനെ നോക്കാനോ അച്ഛനെ കണ്ടിട്ട് വന്ന് കണ്ടതൊന്നും ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും ആരും ഇതാക്കിയില്ല. അപ്പം ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ അച്ഛന് ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജാണ് അച്ഛന്. വേറൊന്നുമല്ല, ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1000 കണക്കിന് ചെക്കപ്പാണ് അങ്ങോട്ട് തരുന്നത്. തന്നെ ഒരാളെ കൂടെ 2 ആളെ കൂടെ 3 ആളെ കൂടെ ഇവിടെ പറ്റത്തില്ല. കാരണം അച്ഛനെ നോക്കാനുള്ള ഒരാൾ വേണം. ഒരു 4 പേരങ്ങനെ പുറത്ത് കിടന്ന് ഓടാൻ വേണം. കാരണം ഒരെണ്ണം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ചെന്ന് ചെയ്യാൻ നിൽക്കുമ്പോൾ അടുത്ത ബ്ലഡ് അവിടെ എടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പോവുകയാണ്, മെഡിക്കൽ കോളേജ് ആണെന്നുകൊണ്ട് വിഷമിച്ച് പോവുകയാണ്. അപ്പോൾ ഒന്ന് കൈമാറി ഓടാൻ പോലും ഇവിടെ ആരുമില്ല. ശരിക്കും ഞാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അമ്മയുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ആ അച്ഛൻ്റെ ബെഡ് വിട്ടിട്ട് അപ്പുറത്തെ ബെഡിലോട്ട് പോകാൻ പോലും അറിയില്ലാത്തൊരു അമ്മയാണ്. ബാത്റൂമിൽ പോലും പോകാൻ അറിയില്ല. അപ്പോൾ കഷ്ടപ്പെട്ട് പോവുകയാണ്. അവർ നോക്കിയിട്ട് അച്ഛന് കിഡ്നി ഫെയിലർ ആണെന്ന് പറയുന്നുണ്ട്. അത് എത്ര ശതമാനത്തോളം ഫെയിലർ ആണെന്ന് ചെക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഡയാലിസിസ് വേണോ വേണ്ടെന്നുള്ള ചെക്കപ്പ് അത് വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കിടന്ന് ഓട്ടമാണ്, മരണം വെപ്രാളമാണ്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും തിരിച്ചറിയുന്നു, എല്ലാവരും വിളിക്കുന്നു. സുണ്ടപ്പനാണ് ആദ്യമായിട്ടാണ് എന്നെ കാണാണ്ടിരിക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഭയങ്കര വിഷമമാണ് ആള്. പിന്നെ അവർ സേഫാണ്. കാരണം വെച്ചാൽ രേഷയുടെ അപ്പച്ചൻ്റെ മോൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അവർ 3 പേരും. അവരെന്ന് പറഞ്ഞാൽ ചെറുപ്പം പോലെ സുണ്ടപ്പനെ വളർത്തുന്നത് ജിയാചേർത്തി ആയതുകൊണ്ട്, ഗോപാലൻ ആയതുകൊണ്ടും അവരവരോട് നിന്നോളും. ഒരു അച്ഛൻ്റെ അമ്മയും കരുതൽ അവരുടെ കയ്യിൽ നിന്നുള്ളത് കൊണ്ട് സുണ്ടപ്പൻ അവിടെ സേഫാണ്. എപ്പോഴും വിളിക്കുന്നുണ്ട്, തിരക്കുന്നുണ്ട്. അപ്പോൾ അവളവിടെ സേഫാണ്, ഒന്നുകൊണ്ടും പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിലും എനിക്കൊരാളുള്ള ഭാഗ്യം. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരാളായ പൊടിക്കുഞ്ഞുങ്ങൾ എൻ്റേത്. ബാക്കി എല്ലാവർക്കും വലിയ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അവർക്ക് ആർക്കും വയ്യ വരാൻ, നോക്കാനും തിരക്കാനും ഒന്നും വയ്യ. ഇവിടുന്ന് പല പ്രാവശ്യം രേഷനെ പലരെയും വിളിച്ചു, ആരും വന്നില്ല. അച്ഛനെ എന്തായാലും ഞങ്ങൾക്ക് കളയാൻ പറ്റില്ല. എനിക്ക് അച്ഛനും അമ്മയില്ലാത്തൊരാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പോലെ എന്നെ ദ്രോഹിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര വന്നാലും അവർക്കൊരു മേലാളി വന്ന് ശ്രുതി ഉണ്ടാകും, ശ്രുതി നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രേഷയുടെ മൈൻഡും ചേട്ടാ എൻ്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ, നമ്മൾ നോക്കിയതെടുത്ത് പിടിച്ചൊന്നും നോക്കണ്ട, എൻ്റെ അച്ഛനും അമ്മയും സേഫ് ആയിരിക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്നാണ് ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റണ പോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതുപോലെ ഒത്തിരി എൻ്റെ വീഡിയോസ് കാണുന്ന പല കുഞ്ഞുങ്ങളുണ്ട്, വലിയ ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്ന വീഡിയോസ് കാണുന്നവരുണ്ട്. എല്ലാവരും ഞാൻ സ്വന്തം അച്ഛനെ
അച്ഛനും അമ്മേനെ നോക്കിയിട്ടേ വേറെ എന്ത് ചെയ്താലാണ് നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. നമ്മൾ എത്ര വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ 9 മാസം ചുമന്ന് പ്രസവിച്ച് വളർത്തി, അതും 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്ത മക്കളായിരിക്കും ഏറ്റവും കൂടുതൽ അച്ഛനമ്മമാർക്കോട്ട് പണി കൊടുക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ അച്ഛനമ്മമാരെ ആദ്യം നോക്കിയിട്ട് ആ ഒരു പുണ്യം നമ്മൾ മേടിക്കുക ദൈവം തമ്പുരാൻ്റെ കയ്യിൽ നിന്ന്. കാരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് അടുത്തത് വരാൻ പോകുന്നത്. കാരണം നമ്മുടെ അച്ഛനും അമ്മേനും നമ്മൾ നോക്കിയാലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ഒരു ദിവസം നമ്മളെ നോക്കാനുള്ള ചിന്ത വേണം, അതെല്ലാവർക്കും വേണം. എത്ര ഉയരങ്ങളിലെത്തിയാലും അവരുടെ കഠിനാധ്വാനവും 10 മാസം ചുമന്ന് പ്രസവിച്ച് മുലയൂട്ടി വളർത്തി ഇത്ര വാക്കി പണിയെടുത്ത് ഓരോ കല്യാണം കഴിച്ച് മക്കളുമായി മക്കളും ആകുന്നവരെ അവർ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം കൊടുക്കാൻ പഠിക്കണം മക്കളായ. അപ്പം ഞാൻ അത്ര ഇതിൽ കൂടെ ഇത് പറയുന്നുള്ളൂ. പിന്നെ ഞാനിത് ഇവിടെ വന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ആരും ഇങ്ങനെ ഇതൊരു ജീവിതത്തിലൊരു പാഠമായിരിക്കണം എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എൻ്റെ അച്ഛനും അമ്മേനെയും അല്ലെങ്കിൽ എൻ്റെ ആൾക്കാരെ നാണം കടത്തണമെന്ന് ഓർത്തിട്ടല്ല. ഇതുപോലെ ആരും ചെയ്യരുത്. ഒരു അച്ഛനും അമ്മയും പ്രസവിച്ച് വളർത്തി അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടി നിന്ന് കഴിഞ്ഞ് ലാസ്റ്റ് അവർ ഇതുപോലെ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അനാഥത്വത്തെയും പോലെ ഇട്ടിട്ട് പോകുമ്പോൾ മക്കൾ ചിന്തിക്കണം അതുങ്ങൾ ഇവിടെ എന്ത് ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അച്ഛന് പേടിയാണ്, മോളെ എന്നെ ഇട്ടിട്ട് പോലേടാ എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുകയാണ്. പിന്നെ എനിക്ക് ആദ്യം ടെൻഷനായിരുന്നു നിൽക്കാനായിട്ട്. കാരണം സുണ്ടപ്പൻ എല്ലാവർക്കും അറിയാമല്ലോ, പീക്കിരിയാണ് അവൾ. അപ്പോൾ അവൾ നിൽക്കുമോ അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമോ അച്ഛാ, നമുക്കൊന്ന് എഴുതി വെച്ചിട്ട് പോയാലോ, മരുന്ന് വാങ്ങിയിട്ട് പോയാലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ സമ്മതിച്ചു. അത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഡോക്ടറോട് ഞാൻ ഒന്നുകൂടി ചെയ്ത് സംസാരിച്ചു, എങ്ങനെ അച്ഛാ അച്ഛൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കണ്ടീഷൻ വളരെ മോശമാണ്, അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചിട്ട് പോയാൽ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മെഡിക്കൽ കോളേജിനോ ഞങ്ങൾക്ക് ഒത്തിരി ഉത്തരവാദിത്വം ഉണ്ടാവില്ല എന്ന് സുതിമോൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, സുതിമോളായിട്ട് എഴുതി വെക്കരുത്, എത്ര മക്കളുണ്ട് അത്രയും മക്കളും എഴുതി വെക്കണം. കാരണം എന്ന് വെച്ചാൽ നാളെ ഒരു ദിവസം നിങ്ങളിങ്ങനെ കൊണ്ടുപോയി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, സുതിമോൾ എഴുതി വെച്ചിട്ട് പോയപ്പോൾ ഞങ്ങളോട് ചോദിക്കണമായിരുന്നു, അതുകൊണ്ടല്ലേ. അതെ അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ പരിചയമുള്ള ഒരാൾ എൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഫുൾ ഉത്തരവാദിത്വം ഒരുപോലെ വേണം. അതുകൊണ്ട് 4 പേര് എത്ര പേരാണോ അത്രയും പേര് ഒപ്പിട്ടിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ ദയനീയമായിരുന്നു നോട്ടം നോക്കി. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിങ്ങനെ ഒന്ന് പിടച്ചു പോയി എന്നെ നോക്കിയത്. എനിക്കപ്പോൾ കൊണ്ടുപോകണോ ഇങ്ങനെ ഇതായിട്ട് നിന്ന സമയത്ത് അമ്മ വന്നൊരു വാക്കെൻ്റെ അടുത്ത് പറഞ്ഞ്, മോളെ കഴിഞ്ഞതൊന്നും നീ ഓർക്കരുത്, ചേട്ടനെ രക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ കരഞ്ഞ് കൈ കൂപ്പി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ സിസിലിയമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മയ്ക്കൊരു വിഷമം പറയുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ആ സമയത്ത് എന്നെ ചെയ്തെടുത്തൊന്നും എനിക്ക് ഓർമ്മയിലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്തയെ മാത്രമേ ഓർത്തുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ അമ്മച്ചിനെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ അടിപൊളിയായിട്ട് നോക്കിയിട്ടുണ്ട്. അമ്മ നന്നായിട്ടാണ് മരിച്ചത്, അല്ല കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല ഞാൻ. പക്ഷേ ഇത് ഭയങ്കര ഇതായിപ്പോൾ. എന്താണെങ്കിലും ഞാൻ അച്ഛനമ്മേനെ നോക്കും. അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ്, അച്ഛനമ്മേനെ നോക്കാനായിട്ട് നിൽക്കുകയാണ്. എന്താണെങ്കിലും അച്ഛനമ്മയുടെ എന്താണ് കാര്യം നോക്കിയിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വരാം. അപ്പോൾ അത്യാവശ്യം ഞാനിങ്ങനെ എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് എടുക്കണമെന്ന് പറയുന്നില്ല, ആ ഒരു ഇതല്ല, ഈ മൂമെൻ്റ് അല്ല. അതുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു.